നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ് 2025 ജൂൺ മാസം 25-ാം തീയതി ബുധനാഴ്ച ദിവസം. അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഒന്നാം സമ്മാനം എനിക്ക് കിട്ടണമേ, 5000 എനിക്ക് കിട്ടണമേ, 2000 എനിക്ക് കിട്ടണമേ, 1000 രൂപയെങ്കിലും കിട്ടണമേ, ഇല്ലെങ്കിൽ 100 എങ്കിലും അടിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി 50 രൂപ കൊടുത്ത് ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ബുധനാഴ്ച ദിവസം ഈ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത. അപ്പോൾ അതും മനസ്സിലാക്കി വേണം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ. പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം, അത് 50 ആകട്ടെ, 100 ആകട്ടെ, 500 ആകട്ടെ, അത് അനാവശ്യമായിട്ട് കളയുവാനുള്ളതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പണം കൈകാര്യം ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ ധനനേട്ടം ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ധനത്തിന് അതിന് അർഹിക്കുന്നതായ ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കണം. ധനം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ധനം കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ധനത്തിന് നമ്മളോടൊരു വിധേയത്വം ഉണ്ടാവുകയുള്ളൂ. നമ്മളൊരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് പോലെ ധനത്തെ നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ പരിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും. ഒരു 100-ൻ്റെ നോട്ട് ഒരു ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ടിൻ്റെ കൈയുടെ മടക്കിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ 100 രൂപയുടെ ഐശ്വര്യം അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ രൂപ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കുറച്ച് പൈസ എടുത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് കൈകാര്യം ചെയ്താലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പണപ്പെട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പേഴ്സ്, ആ പേഴ്സിനകത്ത് ഭാഗ്യദേവതയും അല്ലെങ്കിൽ ധനലക്ഷ്മിയൊക്കെ മനസ്സിൽ ധ്യാനിച്ചു ഒരു 100 രൂപ വെച്ചിട്ട് ഇത് പൊലിക്കണം, ഈ 100 രൂപ 1000-ആയി മാറണം, അല്ലെങ്കിൽ 1000-ൻ്റെ ഗുണം ഇതേ കിട്ടണം, അല്ലെങ്കിൽ 10,000-ൻ്റെ നേട്ടം എനിക്കുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പണത്തെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ഭയഭക്തി ബഹുമാനത്തോടും ഒക്കെ കൈകാര്യം ചെയ്താൽ ധനം കൊണ്ടുള്ള നേട്ടം ജീവിതത്തിലുണ്ടാകും. ഒന്നുമില്ലാത്തവരാണെങ്കിൽ പോലും, ഒന്നുമില്ലായ്മയിൽ കൂടി കഴിയുന്നവരാണെങ്കിൽ 1 രൂപ കിട്ടിയാലും അതിനെ, ഇപ്പം ക്രിസ്തീയ വിശ്വാസികളാണ് ദൈവമേ സ്തോത്രം എന്ന് പറയും. ഇപ്പം ഞാനാണെങ്കിൽ ഓം നമഃശിവായ പറയും. അതുപോലെ ഓരോരുത്തർക്കും ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ അയ്യപ്പ സ്വാമിയെ ശരണം, അപ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുത്ത് പണത്തെ നമ്മൾ ബഹുമാനിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനം കൊണ്ടുള്ള നേട്ടമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം ദുർവിനിയോഗം ചെയ്യപ്പെടരുത്. ഒരു 50 രൂപയെ മുടക്കാവുള്ളൂ. 50 രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഭാഗ്യദേവത അതിൽ നിന്നും, ആ നാളുകാരിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയ ലോട്ടറി സമ്മാനം ലഭിക്കുകയുള്ളൂ. എങ്കിലും ബാധ്യതയില്ലാതെ കിട്ടുന്ന പണമല്ലേ, 1000 കിട്ടിയാലും നേട്ടമാണ്. 50 രൂപ എടുത്ത് 1000 രൂപ കിട്ടിയാലും ഒരാഴ്ചത്തേന് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം, അല്ലെ ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാം, പുതിയ മുണ്ട് വാങ്ങിക്കാം, അല്ലെ കുഞ്ഞുങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെ അമ്മയ്ക്കൊരു കൈലി മേടിച്ചു കൊടുക്കാം, അച്ഛനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 50 രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഒരുപാട് ടിക്കറ്റ് എടുക്കരുത്, ദൂരദേശത്തേക്ക് ടിക്കറ്റ് തേടി യാത്ര ചെയ്യരുത്, കെട്ടുകണക്കിന് ലോട്ടറി എടുക്കരുത്. നിങ്ങളുടെ വേറൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന 5000 രൂപ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കരുത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള വാണിങ്ങളെല്ലാം തന്നാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ബുധനാഴ്ച ദിവസം ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ അവസരമുണ്ട്. കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ അവസരമുണ്ട്. തുലാക്കുറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് അനുയോജ്യമായൊരു ദിവസമാണ്. ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് 50 രൂപ കൊടുത്ത് ഭാഗ്യധാര ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. കുംഭക്കുറുകാർക്കും ലോട്ടറി ഭാഗ്യം, കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കിയുള്ള മേടക്കൂറ്
കർക്കിടകക്കുറ്, മകരക്കുറ്, വൃശ്ചികക്കുറ് എന്നിവർക്കൊക്കെ ദശാകാല നേട്ടമാണെങ്കിൽ, ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഒരു 50 രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഭാഗ്യദേവതയുടെ ഒരു തിരഞ്ഞെടുപ്പും ഇവിടെ അനിവാര്യമാണ്. ഒരുപക്ഷെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അപ്രകാരവും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറയുന്ന നാളുകാരൊക്കെ വേണം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ എന്നുള്ള വസ്തുത അറിഞ്ഞിരിക്കുക. ഞാനിവിടെ കുറേ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്പറുകളൊക്കെ പ്രാർത്ഥിച്ച് സെലക്ട് ചെയ്ത് എഴുതിയെടുക്കുന്ന നമ്പറുകളാണ്. അതായത് ഓരോ ദിവസവും ഈ നമ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, മഹാദേവ, എൻ്റെ ഈ വീഡിയോ കാണുന്ന, ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ലോട്ടറി ഭാഗ്യം, ഒരു ലോട്ടറി സമ്മാനം ലഭിക്കണം. അവർ 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്കൊരു 5000-ഓ 2000-ഓ ഒന്നാം സമ്മാനമോ ഒക്കെ ഒരു പ്രോത്സാഹന സമ്മാനമോ അവർക്ക് ലഭിക്കണം. അത് മഹാദേവൻ പ്രവർത്തിക്കണം. ഭാഗ്യദേവതയുമായിട്ട് ചേർന്ന് മഹാദേവൻ പ്രവർത്തിക്കണം. അവർ വിശ്വാസത്തോടു കൂടി ഈ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്രകാരം കുറച്ച് പേർക്കൊക്കെ ലോട്ടറി സമ്മാനം ലഭിക്കുന്നുണ്ട്, അവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തോടു കൂടി ഇവിടെ കൊടുത്തിരിക്കുന്ന 4 അക്ക നമ്പറുകളാണെങ്കിലും 6 അക്ക നമ്പറുകളാണെങ്കിലും നിങ്ങൾ എഴുതിയെടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് നമുക്കൊരു ദിവസം ഒരു ഫലമുണ്ടാകുന്നത്. അത് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരും. അതിനിടയ്ക്ക് ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മനുഷ്യജീവിതം അങ്ങനെയൊക്കെയാണ്. എങ്കിലും നിരാശപ്പെടാതെ നമ്മൾ ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോവുക. അപ്പോൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു നമ്പർ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ആ ടിക്കറ്റ് കിട്ടുമെന്ന് പരമാവധി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ പറയുന്ന നമ്പറുകളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ അവസാനത്തെ 2 അക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ 2 അക്ക നമ്പർ നോക്കി നിങ്ങൾ എടുക്കുക. അങ്ങനെയും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ 4 അക്ക സംഖ്യകളും 2 അക്ക സംഖ്യകളും കൂട്ടി നോക്കിയിട്ട് 1 വരിക, 2 വരിക, 3 വരിക, 6 വരിക, 7 വരിക, 9 വരിക. ഇപ്പോൾ 1 വരുന്നത് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 1 അല്ലെങ്കിൽ 2, 3, 6, 7, 9. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ കൂട്ടി നോക്കിയാൽ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ്, അത് 4 അക്കം കൂട്ടി നോക്കിയാലും 6 അക്കം കൂട്ടി നോക്കിയാലും അങ്ങനെ കിട്ടുന്ന നോക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ കുറേ നമ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ നിങ്ങളിതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ ബുദ്ധിയും ഇവിടെ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ 2 പേരുടെയും ബുദ്ധി കൊണ്ട് ഒരു പ്രവർത്തന വിജയം ഉണ്ടായാലാണ് അവിടെ ഒരു വിജയം ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ പരിശ്രമിക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരട്ടെ. നമ്മളൊരു 50 രൂപ മുടക്കി 5000 കിട്ടിയാലും നമുക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. തിരിച്ചു കൊടുക്കണ്ടല്ലോ, ബാധ്യതയില്ലാത്ത പണമല്ലേ. എന്നും കണ്ട് ഒരുപാട് ടിക്കറ്റ് എടുത്ത് പണം കളയരുതേ എന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലോട്ടറി സമ്മാനം ലഭിച്ചില്ല എങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ട. കാരണം നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ഒരു 50 രൂപ കൊടുത്തു എന്ന് വിചാരിച്ച് ആശ്വസിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.